മലയാളികളുടെ ജീവിതത്തിലെ പേടി സ്വപ്നമായി മാറുകയാണ് കള്ളന്മാരുടെ വിളയാട്ടം. കേരളത്തിന്റെ ഉറക്കം കെടുത്തി മോഷണ സംഘങ്ങൾ പെരുകുന്നു. ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നത്. അതിൽ ഓരോന്നും സിനിമയെ വെല്ലുന്ന കഥകളും. സിനിമയെ എടുത്താൽ സൂപ്പർ ഹിറ്റായിരിക്കും ഈ മോഷണ കഥകൾ. രാത്രിയിൽ വാതിലുകൾ തകർത്ത് മോഷ്ടാക്കൾ വീട്ടിൽ കയറുന്നു. സ്വർണ്ണക്കടയുടെ പൂട്ട് പൊളിക്കുന്നു. ATM തകർത്ത് പണം കൊണ്ടുപോകുന്നു. അങ്ങനെ നീളുന്നു കള്ളന്മാരുടെ വാർത്തകൾ. കുറച്ചു നാളുകൾ മുമ്പ് വരെ നാം ദിവസവും ഇത്തരത്തിൽ മോഷണ സംഘത്തിന്റെ വാർത്തകൾ കണ്ടിരുന്നു. അത് കേരളത്തിലെ ജനങ്ങളിൽ ആശങ്കയും ഭയവും ഉണ്ടാക്കി. കാരണം നാം ഉണ്ടാക്കുന്ന സമ്പാദ്യം നിസാരമായി കൈക്കലാക്കുന്ന കള്ളന്മാരുടെ കഥയെന്നും പേടി സ്വപ്നമാണ്. പിന്നീട് പേടി സ്വപ്നമായി എത്തിയവരാണ് കുറുവാ സംഘം. ചില്ലറയൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘം കുഴപ്പിച്ചത്. തമിഴ്നാടിന്റെ അതിർത്തികൾ താണ്ടി കേരളത്തിലെത്തിയ 14-അംഗ സംഘം ഭീതി പരത്തിയിരുന്നു. കയ്യിൽ ആയുധവുമെടുത്ത് അർദ്ധനഗ്നരായി അർദ്ധരാത്രിയിൽ വീടുകളിലേക്ക് എത്തുന്നവർ, ഇവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ നിഷ്കരണം കൊല്ലാൻ പോലും മടിയില്ലാത്തവർ. അങ്ങനെ നീളുന്നു ഭയപ്പെടുത്തുന്ന കുറുവാ സംഘത്തെക്കുറിച്ചുള്ള കഥകൾ. എന്തായാലും വാർത്തകൾ കേട്ട് കേരളം ഒന്ന് ശരിക്കും വിറച്ചു. തിരുട്ട് ഗ്രാമത്തിൽ നിന്നെത്തിയ ഈ കില്ലാടികൾ നാം ഭീതിയോടെ കാണുന്ന മോഷണത്തെ ഒരു കുലത്തൊഴിലായാണ് കാണുന്നത്. കുറുവാ സംഘത്തെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് പോലീസ് പഠിച്ച പണിയെല്ലാം പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കുറുവാ സംഘം പോയാലും ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ തക്കം പാർത്തിരിക്കുന്ന ഇതര സംസ്ഥാന മോഷ്ടാക്കളുടെയും പിന്നെ നമ്മുടെ നാട്ടിലെ കള്ളന്മാരുടെ എണ്ണം നാൾക്ക് നാൾ പെരുകുന്നതായാണ് കാണുന്നത്. ഇപ്പോൾ ഇതാ കുറുവാ മോഷണ സംഘത്തിന് പിന്നാലെ കേരളത്തിൽ ഭീതി പടർത്തി തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷ്ടാക്കളുടെ മറ്റൊരു സംഘം കൂടി എത്തിയിരിക്കുന്നു. നിരവധി മോഷണവും കൊള്ളയും നടത്തുന്ന തമിഴ്നാട്ടിലെ ഇറാനി ഗ്യാങ്ങാണ് ഇപ്പോൾ കേരളത്തിൽ വിലസുന്നത്. വളരെ തന്ത്രങ്ങൾ മെനഞ്ഞ് 2-3 പേരടങ്ങുന്ന ചെറിയ സംഘങ്ങളായാണ് ഇവർ ഇവരുടെ മോഷണ രീതികൾ നടപ്പാക്കുന്നത്. ഇക്കൂട്ടർ തമിഴ്നാട്, കർണാടക തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ നിരവധി മോഷണങ്ങൾ നടത്തി ജനങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. നട റോഡിലാണെങ്കിലും ഒന്നും നോക്കാതെ മാല പൊട്ടിക്കൽ, പിടിച്ചുപറിക്കൽ, പോക്കറ്റടി, വീടുകളിൽ കയറൽ തുടങ്ങി എല്ലാ തരത്തിലുമുള്ള മോഷണ രീതികൾ പയറ്റുന്നവരാണ് തമിഴ്നാട്ടിലെ ഇറാനി ഗ്യാങ്. സമാന രീതിയിൽ നിരവധി കേസുകളാണ് ഇറാനി ഗ്യാങ്ങിനെതിരെയുള്ളത്. എങ്ങനെയെങ്കിലും പോലീസിന്റെ പിടിയിൽ വീഴാതെ ഇവർ ഒളിഞ്ഞു നിൽക്കും. ഇറാനി ഗ്യാങ് അങ്ങ് ആന്ധ്ര മുതൽ കേരളം വരെയുള്ള സംസ്ഥാനങ്ങളാണ് പ്രവർത്തന മേഖലയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യയിലുടനീളവും ഇവർക്ക് സാന്നിധ്യമുള്ള അറിയപ്പെടുന്ന ഈ സംഘം പോലീസിനെന്നും തലവേദനയാണ്. പോലീസ് അല്ലെങ്കിൽ മുതിർന്ന സർക്കാർ ഓഫീസർമാരായി പോലും ഇവർ വേഷം മാറും. സിനിമയിലെ ഒരു ഡയലോഗ് പോലെ മോഷണം ഒരു കലയായി കാണുന്നത് പോലെയാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്കും വേഷപ്പകർച്ചയാണ് ഇവർ നടത്തുക. ഇന്ന് കമ്പിളി പുതുപ്പ് വിൽക്കുന്നവരും ആക്രി പെറുക്കുന്നവരുമായിരിക്കും. എന്നാൽ മറ്റൊരു ദിവസം ഇവർ ടിപ് ടോപ്പായി പോലീസിനെ പോലും കുഴപ്പിക്കുന്ന തരത്തിലെത്തും. അവരുടെ രൂപമാറ്റം പോലീസിനെ പോലും കബളിപ്പിക്കാനുള്ള അവരുടെ അസാമാന്യമായ കഴിവ് അതുതന്നെയാണ് അവർ വീണ്ടും കളവ് നടത്താനുള്ള പ്രധാന കാരണം. ഇപ്പോഴിതാ ഇടുക്കി നെടുങ്കണ്ടത്ത് സ്വർണ്ണക്കടയിൽ മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെ ഈ സംഘത്തിൽപ്പെട്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തായാലും നിങ്ങൾ കരുതിയിരിക്കുക. സംശയം തോന്നുന്ന ആളുകളെയോ അല്ലെങ്കിൽ സാഹചര്യമോ കണ്ടാൽ പോലീസിനെ ഉടൻ തന്നെ ബന്ധപ്പെടുക. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.